ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, ഏട്ടാ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-50 അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ എഗ്രി വിത്ത് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. 50-50 അല്ല, ഒരിക്കലും റെസ്പോൺസിബിലിറ്റി 50-50 അല്ല. ഞാൻ ഇന്ന് ജോലി ചെയ്യും, നാളെ നീ ജോലി ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് അടിച്ചു വാരി നാളെ നീ അടിച്ചു വരണം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇന്ന് ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ല. ചിലപ്പോൾ നാളെ എനിക്ക് ജോലി ഉണ്ടാകുമ്പം അവൾക്ക് ജോലിയില്ല. ഇന്ന് ഞാൻ ചിലപ്പോൾ കുക്ക് ചെയ്യാം, ചിലപ്പോൾ നാളെ ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ 50-50 അല്ല റെസ്പോൺസിബിലിറ്റി. ചിലപ്പോൾ 90-10 ആയിരിക്കാം, ചിലപ്പോൾ 60-40 ആയിരിക്കാം. അതെങ്ങനെ വേണമെങ്കിലും മാറാം. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ നീ 50-50 തന്നെ നിൽക്കണം, ഞാൻ എന്താ പകുതി ജോലി ചെയ്യും പകുതി നീ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് വരും. ഇന്ന് ഞാൻ ജോലി ചെയ്യണം നാളെ നീ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഫ്ലിക്റ്റ് വരും. അവിടെയാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇന്ന് എനിക്ക് പറ്റുന്നു, നാളെ ചിലപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിൽ നാളെ ചിലപ്പോൾ 100% നീ തന്നെ ചെയ്യേണ്ടി വരും. അതാണ് വളരെ ഗംഭീരമായിട്ടുള്ള 50-50 റെസ്പോൺസിബിലിറ്റിയെ മാറ്റിക്കൊണ്ടുള്ള ഏറ്റവും നല്ല അണ്ടർസ്റ്റാൻഡിങ് രീതി. ആ രീതി നമ്മൾ ജീവിതത്തിലേക്ക് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗോൾഡ്മാൻ പറഞ്ഞിട്ടുള്ളത്. ഗോൾഡ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റാണ്. അയാൾ പറഞ്ഞിട്ടുള്ള റൂളാണ് 50-50 അല്ല റെസ്പോൺസിബിലിറ്റി വേണ്ടത്. നമ്മളെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യണം.